അഭിവന്ദ്യമാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹാശിസുകളോടെ ദൈവരാജ്യ വിസ്തൃതിയെ ലക്ഷ്യമാക്കി തീഷ്ണതയോടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുവാൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ മേരി മക്കൾ സമൂഹത്തിന് രൂപം നൽകി. ജാതിമത ഭേദമന്യേ എല്ലാവരോടും വചനപ്രഘോഷണം നടത്തുവാനും തങ്ങളുടെ മിഷൻ പ്രവർത്തന രംഗങ്ങളെ വിപുലമാക്കുവാനുമായി തിരുവനന്തപുരം അതിരൂപതയിൽ പത്തനംതിട്ട ജില്ലയിൽ 1947 ആണ്ട് മെയ് മാസം 17-ാം തീയതി പുനരൈക്യ പ്രവർത്തനങ്ങളെ കൂടുതലായി സഹായിക്കുന്നതിനും സ്കൂളിൽ സേവനം ചെയ്യുന്നതിനുമായി മേരി മക്കൾ സമൂഹത്തിൻ്റെ 2ാമത്തെ ശാഖാമഠം അടൂരിൽ ആരംഭിച്ചു. ഇന്ന് വിവിധ പ്രവർത്തന മേഖലകളിലൂടെ അടൂരിലും പരിസര പ്രദേശങ്ങളിലും യേശു സാക്ഷികളായി ശുശ്രൂഷ ചെയ്യുന്നു. ദൈവരാജ്യം വിസ്തൃതമാക്കാൻ ദൈവസ്നേഹം പകർന്നു നൽകാൻ ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. പരിശുദ്ധ ജനനിയിൽ ചേർന്നു നിൽക്കും പവിത്ര സുന്ദര പുഷ്പദളങ്ങൾ പ്രാർത്ഥന ശുദ്ധിയിൽ നിരരാമായി ഭാരത മക്കൾ നമ്മൾ. പ്രാർത്ഥന ശുദ്ധിയിൽ നിരരാമായി ഭാരത മക്കൾ നമ്മൾ. ദൈവരാജ്യം വിസ്തൃതമാക്കാൻ ദൈവസ്നേഹം പകർന്നു നൽകാൻ ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. പാവന പൈതൃക പാതയിലെന്നും പുനരൈക്യത്തിൻ സന്ദേശമോടെ പടർന്നു വളർന്നു പാരിടമെല്ലാം പ്രേക്ഷിതരാകും മക്കൾ. പടർന്നു വളർന്നു പാരിടമെല്ലാം പ്രേക്ഷിതരാകും മക്കൾ. ദൈവരാജ്യം വിസ്തൃതമാക്കാൻ ദൈവസ്നേഹം പകർന്നു നൽകാൻ ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. പാരിൽ ദൈവിക പാലൊളി വിതറും പതിതർക്കനുപമ ശാന്തി പകരും താമസഗിരിയിൽ വിളങ്ങി നിൽക്കും അർപ്പിതരാകും മക്കൾ. താമസഗിരിയിൽ വിളങ്ങി നിൽക്കും അർപ്പിതരാകും മക്കൾ. ദൈവരാജ്യം വിസ്തൃതമാക്കാൻ ദൈവസ്നേഹം പകർന്നു നൽകാൻ ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. ദൈവസ്വരം കേട്ടുവന്നു മേരി മക്കൾ നമ്മൾ. മക്കൾ നമ്മൾ. കടുകുമണി വളർന്ന വടവൃക്ഷമായി ശാഖോപശാഖകൾ വിരിച്ച് അനേകം മക്കൾക്ക് ആശ്വാസമായി ലോകമെങ്ങും പരിമളം പരത്തുന്ന മേരി മക്കൾ സമൂഹം തങ്ങളുടെ സമൂഹ സ്ഥാപകൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലി, അതെ, നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ്റെ 40ാം സ്വർഗപ്രവേശനത്തിൻ്റെ വാർഷിക സ്മരണയിൽ പ്രിയമക്കൾ അവതരിപ്പിക്കുന്നു മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിയുടെ സുഹൃത സരണി. രചനയും സംവിധാനവും റവറൻഡ് സിസ്റ്റർ ജസ്റ്റിൻ DM. ഗാനാലാപനവും അവതരണവും അടൂർ കമ്മ്യൂണിറ്റി. നിറം ചാലിച്ചവർ
സിസ്റ്റർ വിനീത, സിസ്റ്റർ ഫെലിക്സ്, സിസ്റ്റർ ജസ്റ്റിൻ, സിസ്റ്റർ ക്രിസ്റ്റഫർ, സിസ്റ്റർ ശോഭ, സിസ്റ്റർ സൗമ്യ, സിസ്റ്റർ ആഗ്നറ്റ് മേരി, സിസ്റ്റർ തെരേസ് ജോബ് ആൻഡ് സിസ്റ്റർ സെലിൻ ക്രിസ്റ്റി. മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിയുടെ സുഹൃത സരണി. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഞാനാണ് ഈ കഥയുടെ അവതാരിക. അതെ, നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ, ദൈവപരിപാലനയുടെ പ്രവാചകൻ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ തൻ്റെ 80 വർഷത്തെ ഈ ലോക ജീവിതം മാർത്താണ്ഡം പ്രദേശത്തിന്, കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് നൽകിയ സംഭാവനകൾ, വിശുദ്ധിയുടെ പരിമളം വീശുന്ന ആ പുണ്യ ജീവിതത്തിൻ്റെ ചിതറിയ ചില ചിന്തകളാണ് ഞങ്ങളിവിടെ ഒരു സംഗീത നാടകമായി അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിലൂടെ പ്രകടമായ ധന്യ ജീവിതത്തിന് മക്കൾ അർപ്പിക്കുന്ന ഉപഹാരമായി ഇതിനെ കരുതിയാൽ മതി. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ഉന്നതിയാർജിക്കും പാലാപട്ടണം, ഉന്നതിയാർജിക്കും പാലാപട്ടണം. അതിനോട് ചേർന്നുള്ള ചെറുഗ്രാമമാണല്ലോ പ്രിവിത്താനം, അതിനോട് ചേർന്നുള്ള ചെറുഗ്രാമമാണല്ലോ പ്രിവിത്താനം. കേട്ടോന്നേ നമ്മുടെ നാട്ടിലെ നല്ല വാർത്ത. കുഴിഞ്ഞാലിൽ കുടുംബത്തിൽ ഒരാൺകുഞ്ഞു പിറന്നല്ലോ, വീട്ടാരും നാട്ടാരും സന്തോഷിച്ചു. കുരുവള മറിയാമ്മ ദമ്പതിമാർക്കിന്ന് ആനന്ദം ആനന്ദം പരമാനന്ദം, ആനന്ദം ആനന്ദം പരമാനന്ദം. പഴയ നിയമത്തിലെ പ്രവാചക പ്രമുഖനായ സാമുവേലിൻ്റെ അമ്മ ഹന്നായെ പോലെ കുഴിഞ്ഞാലിൽ തറവാട്ടിലെ കുരുവിളയും ഭാര്യ മറിയാമ്മയും ദൈവത്തോട് വിലപിച്ച് ചോദിച്ചു വാങ്ങിയ പുത്രനാണ് ഈ കുഞ്ഞ് യോസേഫ്. അമ്മന് പാലിന് ഒപ്പം സുഹൃതങ്ങൾ ഓമന് പുത്രനു നൽകിയമ്മ, ഓമന് പുത്രനു നൽകിയമ്മ. മനസ്സ വാച കർമ്മണ ശുദ്ധിയും സത്യവും പാലിക്കാൻ അമ്മ മകനെ പഠിപ്പിച്ചു. കളിക്കാനും രസിക്കാനും ചേച്ചിമാരവരെത്ര വിളിച്ചാലും മനഃപൂർവ്വം ഓടിയൊളിക്കും അവൻ. മാതാപിതാക്കൾക്കൊപ്പം പള്ളിയിൽ പോകുമ്പോൾ 2 കരങ്ങളും കൂപ്പി നിൽക്കും ആ പൊന്നോമന. ശൈശവ മാധുര്യം, പ്രേക്ഷിത തീക്ഷ്ണത, ദൈവിക ചൈതന്യം എന്നിവ ആ കുഞ്ഞിളം പൈതലിൽ കാണാറായി. നാട്ടാരും വീട്ടാരും ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ളിൽ പറഞ്ഞവൻ അച്ഛനാകും. വീട്ടിലെന്ന പോലെ കളരിയിലും കുഞ്ഞൂസേപ്പിൻ്റെ പെരുമാറ്റം ഒന്ന് വേറെ തന്നെയായിരുന്നു. ആരോടും ഒരിക്കൽ പോലും പിണങ്ങാതെ, കൂട്ടുകെട്ടുകളൊന്നുമില്ലാതെ ഒറ്റയോട്ടത്തിന് വീട്ടിലെത്തും. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാലുടൻ മണ്ണിൽ പണിയുകയായി. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. മാർത്താണ്ഡം ദേശത്തു വാണിടുവാൻ ദൈവത്തിൻ നിയോഗമന്നേ ലഭിച്ചതു. എന്നെന്നും കാവലായി കൂടെ നിന്നും ചെറുപ്പത്തെ ശീലിച്ച ജീവിത ശൈലികൾ എന്നെന്നും കൈമുതലാക്കിയവൻ. മിഷൻ പ്രവർത്തന വരുമാന മാർഗങ്ങൾ എന്തെന്നു മക്കൾക്കു മാതൃകയായി. കുഞ്ഞോസേപ്പിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പാല സെൻറ് തോമസ് ഹൈസ്കൂളിൽ സതീർത്ഥനായിരുന്ന ജോൺ OAC അച്ഛൻ ഈ മകൻ്റെ ജീവിതത്തെ മുഴുവൻ 2 വാക്കുകളിൽ ഒതുക്കി. അതായത് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും നിഷ്കളങ്കതയും. ഫ്രാൻസിസ്കൻ മിഷണറി സഹോദരനായിരുന്ന ബ്രദർ ജേക്കബ് പറഞ്ഞു,
അക്കാലത്ത് എന്ത് പേര് വിളിച്ചാലും അദ്ദേഹത്തിന് അമർഷമോ അഭിമാനക്ഷതമോ ഉണ്ടായിരുന്നില്ല. ദൈവമേ, അവിടുത്തെ പദ്ധതികൾ എത്ര ഉന്നതമാണ്, മനുഷ്യർക്ക് എത്ര അനുഗ്രഹപ്രദമാണ്. വേദനാജനകമായി തോന്നിയാലും എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണ്. മറിയാമ്മേ, ഒരു പ്രത്യേക കാര്യം പറയാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. നമ്മുടെ മകന് സെമിനാരിയിൽ പോകണമെന്നാണല്ലോ ആഗ്രഹം. ഈ വർഷം തന്നെ പോകണമെന്നാണ് അവൻ്റെ നിർബന്ധം. ഇന്നിപ്പോൾ ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് പള്ളിയിൽ വികാരിയസിനെ കാണുവാൻ പോയിരിക്കുകയാണ്. നീ എന്ത് പറയുന്നു? മകനെ വിട്ടുപിരിയുന്നതിൻ്റെ വേദനയുണ്ട്, എങ്കിലും ഉള്ളിൽ സന്തോഷം. നമ്മൾ ദൈവത്തോട് ചെയ്ത പ്രതിജ്ഞ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമായി ഞാൻ കാണുന്നു. മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പള്ളിയിൽ പോയി ബഹുമാനപ്പെട്ട വികാരി അച്ഛനുമായി സംസാരിച്ചിട്ട് വരികയാണ്. അച്ഛനും സമ്മതമാണ്. എഴുത്തും തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചയക്കണമേ. മൈനർ സെമിനാരി ജീവിതം വിജയകരമായി പൂർത്തിയാക്കിയ ബ്രദർ ജോസഫ് 1927 ആലുവ മേജർ സെമിനാരിയിൽ വിദ്യാർത്ഥിയായി. ലത്തീനും ഇംഗ്ലീഷും മാത്രം സംസാര ഭാഷയായതിനാൽ ആ ഭാഷകളിൽ പ്രാവീണ്യം നേടി. അനുസരണം മുഖമുദ്രയാക്കി ചോദിക്കേണ്ടവരോട് ചോദിച്ചും പറയേണ്ടവരോട് പറഞ്ഞും മാത്രം മനസാക്ഷി നിർമ്മലമായി സൂക്ഷിച്ചു. നമ്മുടെ കുഞ്ഞൗസേപ്പ് സെമിനാരിയിൽ ഒരു സാധാരണ വിദ്യാർത്ഥി. എന്നാൽ വിശ്വാസഭീഷണവും അർപ്പണബോധവും അദ്ദേഹത്തെ അധ്യാപകരുടെയും സഹപാഠികളുടെയും ഇടയിൽ ശ്രദ്ധേയനാക്കി. സുവിശേഷ പ്രഘോഷണത്തിനുള്ള ദാഹവും അതിനുള്ള വൈഭവവും അദ്ദേഹത്തിൽ വളരെ പ്രകടമായിരുന്നതിനാൽ പല ഇടവകകളിൽ നിന്നും പ്രസംഗത്തിനുള്ള ക്ഷണം ലഭിക്കുകയും അദ്ദേഹം അവിടെയൊക്കെ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സെമിനാരി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അന്നൊരു നാളൊരു പുതുസഭ തന്നധിപൻ പുനരൈക്യ ശില്പിയാമാറിവാനിയോ ഗാംഭീര്യ വ്യക്തിത്വം നിർമ്മല മാനസൻ സെമിനാരിക്കാരെ ക്ഷണിക്കാൻ വന്നു. സെമിനാരിക്കാരെ ക്ഷണിക്കാൻ വന്നു. കത്തോലിക്ക സഭയിൽ മുളപൊട്ടിയ ചെറുസൂരം മാതൃസഭ തന്നിൽ വളരാൻ പുത്തൻ പുരോഹിത എന്നെ സഹായിക്കൂ തീഷ്ണതയോടെ എന്നും തീഷ്ണതയോടെ എന്നും. തൻ്റെ കാതുകളിൽ വന്നു വീണ വചനങ്ങൾ നമ്മുടെ ജോസഫ് ചെമ്മാച്ചൻ്റെ അന്തരംഗത്തിൽ ചലനമുളവാക്കി. ക്രിസ്തുവിനെ അറിഞ്ഞവരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രിസ്തുവിനെ അറിയാത്തവരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ വെമ്പൽ കൊണ്ടു. ബ്രദർ ജോസഫ് വന്ദേ മാറിവാനീസ് പിതാവിനെ നേരിൽ കണ്ട് പരിചയപ്പെടുകയും ചെയ്തു. തുടർന്ന് പരസ്പരമുള്ള കത്തിടപാടുകളിലൂടെ ആ ബന്ധം ഊഷ്മളമായി സൂക്ഷിച്ചു. ജോസഫ് ചെമ്മാശിന്തൻ ഹൃത്തിൽ വീണ പുതുവിത്ത് മുള പൊട്ടാൻ വെമ്പൽ കൊണ്ടു. അതു ദൈവ വിളിയായി താൻ തിരിച്ചറിഞ്ഞ് കനൽ പോലത് ഹൃത്തിൽ ജ്വലിച്ചു നിന്നു. നമ്മുടെ ചെമ്മാച്ചന് എല്ലാവരോടും സ്നേഹമായിരുന്നു. അദ്ദേഹത്തോടും എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു. ഈ വിശാല സ്നേഹപ്രകൃതി അദ്ദേഹത്തിൽ ദൈവം നിക്ഷേപിച്ചത് വലിയ ഒരു മിഷനറിയായി അദ്ദേഹത്തെ ഒരുക്കുന്നതിനായിരുന്നു.
നിർമ്മലതാ മുഖമുദ്രയാക്കി ദാരിദ്ര്യം ഭൂഷണമാക്കി വീടുകൾ കയറിയിറങ്ങി താതൻ തൻ സ്നേഹം നൽകി മുഖനോട്ടമില്ലാത്ത ദൈവിക സ്നേഹം ഏവർക്കുമായി പങ്കുവച്ചു. ദൗത്യത്തിൽ മുന്നേറി വിജയിച്ചു, ദൗത്യത്തിൽ മുന്നേറി വിജയിച്ചു. അതാരാണ്? അന്നത്തെ ജോസഫ് ശമാശൻ, ഇന്നത്തെ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ. പരിശുദ്ധ അമ്മയുടെ വിനയവും അബ്രഹാമിൻ്റെ വിശ്വാസവും യേശയ്യ പ്രവാചകന്റെ തീക്ഷ്ണതയും ജെറമ്യ പ്രവാചകന്റെ ധീരതയും കൈമുതലാക്കി ഒരു കർമ്മയോഗിയായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ വചനത്തിൻ്റെ മേശയിൽ നിന്ന് സമർത്ഥമായി ഭക്ഷിച്ച് ജ്വലിക്കുന്ന ഹൃദയത്തോടെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ദിവ്യകാരുണ്യ മേശയെ സമീപിച്ചത്. ദിവ്യകാരുണ്യ ഭക്തി മാനസിക പ്രാർത്ഥനകൾ ജീവിതത്തിൽ സ്വന്തമാക്കി കൊച്ചച്ഛനെന്ത് തിരുഹൃദയ ഭക്തി തന്നിലലിഞ്ഞു ചേർന്ന് മാതൃഭക്തി ജീവിതത്തിൻ സ്വായത്തമാക്കി പ്രാർത്ഥനകൾ യാമങ്ങളിൽ കൃത്യമായി ചെയ്തുകൊണ്ട് താപസവര്യനായി മക്കളോടൊപ്പം. ഈ സുഹൃതങ്ങളെല്ലാം വലിയ വിശ്വാസത്തോടെ അനുഭവിച്ച് ദൈവികമാക്കിയ ഈ വലിയ ആചാര്യനെ നമുക്കും അനുഗമിക്കാം. ദിവ്യഗുരുവിൻ്റെ മനം കവർന്നോരു വത്സല ശിഷ്യനാം ജോസഫച്ചൻ, വത്സല ശിഷ്യനാം ജോസഫച്ചൻ തിരുമൊഴികൾക്കെന്നും കാതോർത്തു കാതോർത്തു കൃത്താരിൽ സ്നേഹം നിറച്ചു വെച്ചു, കൃത്താരിൽ സ്നേഹം നിറച്ചു വെച്ചു. മാർത്താണ്ഡത്താകെ കോളറ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ജനം ഭയവികുലരായി പരക്കം പാഞ്ഞു. അനേകർ മരിച്ചു വീണു. ദേവതയുടെ കോപമാണെന്ന് വിശ്വസിച്ച ജനം പരിഹാരക്രിയകൾക്കായി മന്ത്രവാദികളെ സമീപിച്ചു. എന്നാൽ എല്ലാ മന്ത്രതന്ത്രങ്ങളും നിഷ്ഫലമായി. സർക്കാർ വിദഗ്ധരാം ഡോക്ടർമാരെ ഈ ദേശത്ത് നിയോഗിച്ചു. മരുന്നും ലേപനവും എല്ലാം നിഷ്ഫലമായി. ദൈവത്തിൻ പ്രതിനിധി ജോസഫച്ചൻ ദൈവവചനം ഉച്ചരിച്ച് രോഗവും വ്യാധിയും ബഹിഷ്കരിച്ചു. ദൈവത്തിൽ ഉറച്ചു നിന്നു, ദൈവത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ നാടാകെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉളവായി. അച്ഛൻ അത്ഭുത പ്രവർത്തകനാണെന്ന് നാട്ടുകാരുടെ ഇടയിൽ പാട്ടായി. അച്ഛൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലായി മാറി. പ്രാർത്ഥനാപൂർവം കൊടുത്ത മരുന്നുകളെല്ലാം അവർക്ക് രോഗവിമുക്തിക്ക് കാരണമായി. എല്ലാ മന്ത്രതന്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും തച്ചുടയ്ക്കുവാനും ജനങ്ങളെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ധീരമിഷ്ണറിയായ വല്യച്ഛന് സാധിച്ചു. നമുക്കറിയാം, യേശുനാഥൻ ഏഴപ്പത്താലും ഏതാനും മീനാലും 4000 പേരെ തൃപ്തരാക്കി. കുഴിഞ്ഞാലിലച്ഛൻ തൻ്റെ ജനത്തിനായി അപ്പം നൽകി മാതൃകയായി. പാവപ്പെട്ട മാർത്താണ്ഡ ജനതയെ സാമ്പത്തികമായി ഉദ്ധരിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ ഈ തിരിച്ചറിവാണ് അച്ഛനെ നിർബന്ധിച്ചത്. ഇതിനായി അച്ഛൻ തിരഞ്ഞെടുത്ത മാർഗം കഠിനാധ്വാനമായിരുന്നു. അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് ആരുടെയും മുൻപിൽ തലകുനിക്കാതെ കൈനീട്ടാതെ ജീവിത സാഹചര്യങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് കാണിച്ചു തന്നു. ആരോഗ്യം വേണു, സന്തോഷം വേണു, അധ്വാന ജീവിതം ശീലമാക്കൂ. ഉത്സാഹം വേണു, മുഖകാന്തി വേണു, അധ്വാന മാതൃക സ്വന്തമാക്കൂ. ഒരു കർഷകപുത്രനായി ജനിച്ചു വളർന്ന കുഴിഞ്ഞാലിലച്ഛനെ കർഷക മിഷണറിയാക്കിയത്
ഈ ബോധമായിരുന്നു. അതൊരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കലുമായിരുന്നു. മാർത്താണ്ഡ ജനതയെ ഏതെങ്കിലും വിധത്തിൽ ദൈവികമായും സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർത്തണമെന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചിന്ത. അതിനായി പല മാർഗങ്ങൾ അദ്ദേഹം കണ്ടെത്തി. പുൽത്തൈലം വാറ്റി രോഗസൗഖ്യം നൽകി തേനീച്ച വളർത്തിയല്ലോ. മക്കൾ തന്നെ ആരോഗ്യം വീണ്ടെടുക്കാനായി ജോസഫച്ചൻ ഇറങ്ങിയല്ലോ. നൂൽപ്പ്, തുണി നെയ്ത്ത്, പായ് നെയ്ത്ത്, കുട്ട നെയ്ത്ത്, തയ്യൽ പണി, ബ്രഷ് നിർമ്മാണം, ഇങ്ങനെ പുതിയ സംരംഭങ്ങൾ ഓരോന്നായി ജോസഫച്ചൻ തുടങ്ങിയല്ലോ. വിശ്വാസികളായ മക്കളെ ഒന്നിപ്പിക്കുന്നതിനായി, അവർ സ്നേഹത്തോട് സഹകരിച്ച് ജീവിക്കുന്നതിനായി ആരാധനാക്രമങ്ങളിലും ഭക്തസംഘടനകളിലും അവരെ ഉയർത്തി. മിഷണറി സാധ്യതകൾ വർദ്ധിക്കുന്നു. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉപദേശിമാരെ കൊണ്ട് സാധിക്കുകയില്ലല്ലോ. മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ സഹായത്തിന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ. പ്രേക്ഷിത വേലയിൽ തീക്ഷ്ണത പൂണ്ടൊരു മിഷൻ സമൂഹത്തെ വാർത്തെടുത്തു. കല്ലറയ്ക്കൽ മേരിയും വടക്കൻ ആഗ്നസും കൊച്ചുകലയിൽ തെരസയും കൂടി വനവധൂതരോടൊത്തങ്ങു സ്വർഗത്തിൽ ദൈവത്തെ പാടി പുകഴ്ത്തിയിടുമ്പോൾ താവക ചൈതന്യം ഉൾക്കൊണ്ടു മുന്നേറ മേരി മക്കൾക്കായി പ്രാർത്ഥിക്കണേ. മേരി മക്കൾക്കായി പ്രാർത്ഥിക്കണേ. പാവനമാം സ്മരണകളിന്നുയരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നെന്നും ജീവിക്കും പുണ്യതാമോ